പിന്നെ സോയിൽ ഫിസിക്സ് ഓൾറെഡി മെയിനായിട്ട് സോയിൽ ഫിസിക്സിൽ വരുന്ന പോർഷൻസ് കോമ്പോണൻസ് ഓഫ് സോയിൽ, സോയിൽ ടെക്സ്ചർ, സ്ട്രക്ചർ, കൺസിസ്റ്റൻസി, കളർ, എയർ, ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ. ഇതിൽ എയറും ടെമ്പറേച്ചറും വാട്ടറും ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇതിൽ മാക്സിമം ടെക്സ്ചർ, സ്ട്രക്ചർ എന്നും അതുപോലെ തന്നെ പോറോസിറ്റി പോലത്തെ പോർഷനൊന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഞാൻ ഓൾറെഡി ക്ലാസ് കഴിഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റീവ് ആയിട്ടാണ് പോയത്. അപ്പോൾ ആ സെയിം സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ജനറൽ നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ട് നമ്മൾ സോയിലിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത് സോയിലിനെ വോള്യൂം ബേസിസിൽ സോയിലിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹാഫ് പോർഷൻ സോളിഡും ഹാഫ് പോർസും ആയിരിക്കും. ആ പോർസിനുള്ളിൽ ഏത് വാട്ടർ ആവാം അല്ലെങ്കിൽ എയർ ആവാം. അതായത് സോയിൽ എന്ന് പറയുന്നത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഓക്കെ, സോളിഡ് പോർഷനിലാണ് നമ്മളെ മിനറൽ മാറ്ററും ഓർഗാനിക് മാറ്ററും നമ്മൾ കാണുന്ന സോയിൽ എന്ന് പറയുന്നത് സോളിഡ് പോർഷൻ. അതിലുള്ള വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് പോർഷനും എയർ എന്ന് പറയുന്നത് ഗ്യാഷ്യസും. അപ്പോൾ സോയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫോംസ് ഉള്ള ഫോമാണ്. ഓക്കെ, ഇതിൽ ഈ പോയിന്റിന് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പെർസെൻറ്റേജ് ബേസിസിലാണ്. അതായത് എയർ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ചിലപ്പം എയറും വാട്ടറും എയർ ടോട്ടൽ പോർസിൻ്റെ പോറോസിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ സോയിലിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സോയിലിൽ എത്ര പെർസെൻറ്റേജ് എയറോ വാട്ടറോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിയർലി 25 to 30% ആണ്. ഓക്കെ, 25 to 30%. പക്ഷെ നേരെ മറിച്ച് ടോട്ടൽ പോർ സ്പേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 50% ആണ്. അല്ലേ, 50%. ടോട്ടൽ പോർ സ്പേസ് എന്ന് പറയുമ്പോൾ ഇതിൽ വാട്ടറും എയറും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ പോർ സ്പേസിൽ നോക്കുമ്പോൾ 50%. അതേപോലെ ടോട്ടൽ സോയിലാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജനറലി സോയിൽ എന്നാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ 25%. ഓക്കെ, അതേപോലെ ഓർഗാനിക് മാറ്റർ, മിനറൽ മാറ്റർ, അത് രണ്ടും കൂടി വരുന്നതാണ് സോളിഡ് പോർഷൻ. അപ്പോൾ ഓർഗാനിക് മാറ്ററും മിനറൽ മാറ്ററും കൂടി ടോട്ടൽ വരുമ്പോൾ 50%. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്ന പ്രൈമറി സോയിൽ പാർട്ടിക്കിൾസ്. നമ്മൾ പ്രൈമറി സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് മേജറായിട്ട് സൈസിൻ്റെ ബേസിൽ സോയിലിൽ പല സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പം മേജറായിട്ട് വരുന്നത് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ഇതിൽ ഏറ്റവും വലിയ പാർട്ടിക്കിൾ സൈസ് കൂടുതൽ സാൻഡ്, പിന്നെ സിൽറ്റ്, പിന്നെ ക്ലേ. അത് ക്ലേ എന്ന് പറയുന്നത് ഏറ്റവും പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞത്. അപ്പം ക്ലേൻ്റെ ഇതിൻ്റെ സൈസ് റേഞ്ച് ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ USDAൻ്റെയും രണ്ട് സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന IUSSൻ്റെ ആണ്. പക്ഷേ USDA നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന, അതുപോലെ തന്നെ വേൾഡിൽ അത്യാവശ്യം മറ്റ് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ് USDA. അതുകൊണ്ട് USDA സിസ്റ്റത്തിലുള്ള സോയിൽ ക്ലാസിഫിക്കേഷനും സോയിൽ സെപ്പറേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് അതും കൂടി നോക്കി വയ്ക്കാം. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലേൻ്റെയും സിൽറ്റിൻ്റെയെങ്കിലും പഠിച്ചു വയ്ക്കുക. ക്ലേ എന്ന് പറയുന്നത് 0.002 mm ലെസ് ദാൻ 0.002 mm സൈസ് വരുന്നതാണ് രണ്ട് ഇതിലും, IUSSലും രണ്ടെണ്ണത്തിലും. അതേപോലെ തന്നെ IUSSൽ സിൽറ്റ് വരുന്നത് 0.002 to 0.02. അത് നിങ്ങളിങ്ങനെ ഓരോ ഡെസിമൽ പോയിന്റ് അനുസരിച്ച് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ USDAൻ്റെ വരുമ്പോൾ 0.00 to 0.05 ആണ് സിൽറ്റിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇത് ഇങ്ങനെ വെരിഫൈൻ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നേരെ 0.05 to 2 mm 2 mm വരെയാണ് സാൻഡ് വരുന്നത്. അപ്പോൾ രണ്ടെണ്ണമായാലും സാൻഡ് 2 mm താഴെയുള്ളതാണ് സാൻഡ് അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 2 mm ആണ് അതിൻ്റെ മാക്സിമം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ക്ലേ പാർട്ടിക്കിൾസ് നമുക്ക് സാധാരണ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ സിൽറ്റ് പാർട്ടിക്കിൾസ് ഓർഡിനറി മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റൂ. അതായത് നേക്ഡ് ആയതുകൊണ്ട് നമുക്ക് സിൽറ്റിനെയും ക്ലേനെയും കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും സാൻഡാണ്. അത് നമ്മൾ വിസിബിൾ ആയതുകൊണ്ട് കാണുന്നത് സാൻഡ് പോർഷൻ എന്നാണ്. ഇത് സിൽറ്റിന് ഓർഡിനറി മൈക്രോസ്കോപ്പും ക്ലേ പോർഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വിസിബിൾ അല്ല എന്നർത്ഥം. പിന്നെ ടെക്സ്ചർ ആൻഡ് ടെക്സ്ചറൽ ക്ലാസ്സസ് വരുന്ന സമയത്ത് ഈ സാൻഡും സിൽറ്റും ക്ലേ ഒക്കെ എത്ര ശതമാനമാണ്,
ചില സോയിലിൽ സാൻഡ് കൂടുതലായിരിക്കും, ചിലതിൽ ക്ലേ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ഓൺ അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ സോയിലിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കും. അപ്പോൾ ഈ സാൻഡും സിൽറ്റും ക്ലേയും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ടെക്സ്ചറൽ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സോയിൽ എടുത്ത് നോക്കുമ്പോൾ അത് കളിമണ്ണാണ്, അല്ലെങ്കിൽ അതിൽ മണൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ മണൽ മാത്രമല്ല, അതിൽ കളിമണ്ണ് മാത്രമല്ല. അപ്പം അതിൽ എത്രത്തോളം കൂടുതൽ ഡൊമിനന്റ് ഫ്രാക്ഷൻ ഏതാണോ അതിന്റെ ബേസിലാണ് നമ്മൾ എപ്പോഴും പറയാം. ഇപ്പൊ സാൻഡി സോയിൽ എന്ന് പറയണമെങ്കിൽ മിനിമം 70% സാൻഡ് വേണം, മിനിമം 70% സാൻഡ് വേണം. അതേപോലെ ക്ലേ സോയിലാണെങ്കിൽ മിനിമം 35 to 40% ക്ലേ കണ്ടന്റ് വേണം. ഓക്കെ. ലോമി എന്ന് പറയുന്നത് ഈ സാൻഡും സിൽറ്റും ക്ലേയും നിയർലി ഈക്വൽ പ്രൊപ്പോർഷനിലുള്ളതിനെയാണ് നമ്മൾ ലോമി എന്ന് പറയുന്നത്. അതായത് കോഴ്സ് ഫ്രാക്ഷനും ഫൈൻ ഫ്രാക്ഷനും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. നമ്മൾ ഐഡിയൽ സോയിൽ എന്നൊക്കെ പറയുന്നതാണ് ലോമി സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഈ പോറോസിറ്റി ഏതിലാണ് ഹയസ്റ്റ്, ഏതാണ്? ഓക്കെ. ഈ സാൻഡ് സിൽറ്റ് ക്ലേയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് പോറോസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? സാൻഡ് ആണോ, സിൽറ്റ് ആണോ, ക്ലേ ആണോ? ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ളതാ. അതെ, ടോട്ടൽ പോറോസിറ്റി എപ്പോഴും ഹയസ്റ്റ് വരുന്നത് ക്ലേ ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ്, സ്പെസിഫിക് സർഫസ് ഏരിയ. സ്പെസിഫിക് സർഫസ് ഏരിയ ഏറ്റവും കൂടുതൽ സാൻഡ് സിൽറ്റ് ക്ലേ. യെസ്, അതും ക്ലേ ആണ്. പ്ലാസ്റ്റിസിറ്റി, യെസ്, പ്ലാസ്റ്റിസിറ്റി വരുന്നത് ക്ലേ ആണ്. വാട്ടർ ആൻഡ് ന്യൂട്രിയൻ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതും ക്ലേ ആണ്. പാർട്ടിക്കിൾ സൈസ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? പാർട്ടിക്കിൾ സൈസ്, അതെ, പാർട്ടിക്കിളിന്റെ സൈസ് കൂടുതലുള്ളത് സാൻഡ് ആണ്. ഓക്കെ. പാർട്ടിക്കിളിന്റെ സൈസ് കൂടുതൽ സാൻഡും ഏരിയ കൂടുതൽ ക്ലേ ആണ്. അതെ, പാർട്ടിക്കിളിന്റെ സൈസ് കുറയുമ്പോഴാണ് ഏരിയ കൂടുക. ഓക്കെ. ഡ്രെയിനേജ്, അതേപോലെ ഡ്രെയിനേജ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തു പോകുക സാൻഡിലാണ്. അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ ചിലപ്പം എല്ലാത്തിനും തിയറി ബേസിസിൽ ആലോചിക്കേണ്ട, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചാൽ മതി. കുറച്ചൊരു മണലും അല്ലെങ്കിൽ കുറച്ച് ക്ലേയും സോയിലും ഉള്ളിടത്ത് ഏതിലായിരിക്കും കൂടുതൽ വെള്ളം ഊർന്നിറങ്ങി പോകാൻ? സ്വാഭാവികമായിട്ടും സാൻഡി സോയിൽ. അതേപോലെ തന്നെ ആക്റ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ റിയാക്ഷൻസ് നടക്കുക. അതായത് കെമിസ്ട്രി പോർഷൻസിലേക്കൊക്കെ ആലോചിക്കുമ്പോൾ സോയിലിൽ ഒട്ടുമിക്ക റിയാക്ഷൻസും കൂടുതൽ നടക്കുക ഏത് പാർട്ടിലായിരിക്കും? സാൻഡ്, സിൽറ്റ്, ക്ലേ. അത് ക്ലേ പോർഷൻ ആണ്. യെസ്, വെരി ഗുഡ്. ക്ലേ പോർഷനിലാണ്. അതേപോലെ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൂടുതൽ ക്ലേ പോർഷനിലാണ്. ഹെവി സോയിൽ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റിന്റെ ബേസിസിലല്ല, അതിനെ പ്ലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എപ്പോഴും സാൻഡിനായിരിക്കും, കാരണം പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്, ഡെൻസിറ്റിയും കൂടുതലാണ്. പക്ഷെ അതിനെ പ്ലോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിന്റെ ബേസിസിലാണ് നമ്മൾ ഹെവി സോയിലും ലൈറ്റ് സോയിലും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഹെവി സോയിൽ എന്ന് പറയുന്നത് ക്ലേ സോയിലും, ലൈറ്റ് സോയിൽ എന്ന് പറയുന്നത് സാൻഡി സോയിലും. ഓക്കെ. നെക്സ്റ്റ്, ഈ ബേസിസിന്റെ ഈ ഡൊമിനന്റ് ഫ്രാക്ഷന്റെ ബേസിൽ തന്നെ നമുക്ക് 12 ടെക്സ്ചറൽ ക്ലാസ്സസ് ആണുള്ളത്. 12 എണ്ണം ഉണ്ട്. ഇതിൽ ഫസ്റ്റ് 2 എണ്ണം സാൻഡി സോയിലിൽ വരുന്ന സാൻഡി സോയിലിൽ മെയിൻ ആയിട്ട് സാൻഡി, ലോമി, ക്ലേ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ സാൻഡിയിൽ വരുന്ന ഫസ്റ്റ് 2 എണ്ണം സാൻഡി, പിന്നെ ഈ 9, 10, 11 പറയുന്ന ക്ലേ, 3 എണ്ണം ക്ലേയിൽ വരുന്നു. ബാക്കിയെല്ലാം ഒരു മീഡിയം ടെക്സ്ചറിലാണ്. അതായത് ഭയങ്കര സാൻഡും അല്ല, ഭയങ്കര ക്ലേ അല്ല, ഒരു സിൽറ്റും ലോമും കൂടിയൊക്കെ കൂടി ചേർന്നാണ്. അപ്പൊ അത് 7 ഫ്രാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ എനിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് തന്നിട്ട് ഇത് ഏത് ടെക്സ്ചറൽ ക്ലാസ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്നത് സാൻഡി, ലോമി സാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ സാൻഡ് ഫ്രാക്ഷൻ ആണ് കൂടുതൽ. ലോമി സാൻഡിൽ സാൻഡിന്റെ ഫ്രാക്ഷൻ ആണ് കൂടുതൽ. പക്ഷെ അതിൽ ലോമിന്റെ കുറച്ച് പോർഷനും കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ബേസിക്കലി ഡൊമിനന്റ് ഫ്രാക്ഷൻ സാൻഡ് ആണ്. അതേപോലെ തന്നെ സാൻഡി ക്ലേ, സിൽറ്റി ക്ലേ. ഇപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലേ ആണ് ഡൊമിനന്റ്. ക്ലേയിൽ കുറച്ച് സാൻഡിന്റെ പോർഷൻ വരുന്നുണ്ട്, ക്ലേയിൽ കുറച്ച് സിൽറ്റിന്റെ പോർഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 3 മുതൽ 8 വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുന്ന ലോമിലാണ്. അതായത് ലോമിന്റെ പോർഷനാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ 12 സിൽറ്റ് എന്ന് പറഞ്ഞാൽ സിൽറ്റ് ഇതൊക്കെ ഒരു മീഡിയം ടെക്സ്ചറിൽ വരുന്നതാണ്. അപ്പൊ 2 എണ്ണം സാൻഡി, 7 എണ്ണം സിൽറ്റ് അല്ലെങ്കിൽ ലോം, പിന്നെ 3 എണ്ണം വരുന്ന ക്ലേ ഫ്രാക്ഷൻ. ഓക്കെ. അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരൊറ്റ ഇപ്പൊ സിൽറ്റി ക്ലേ ലോം എന്ന് പറയുന്നത് ഏത് ടെക്സ്റ്റൈൽ ക്ലാസ് ആണ്, എന്ത് കണ്ടന്റ് ആണ് കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ. നെക്സ്റ്റ് വരുന്നത് ഈ സോയിൽ ടെക്സ്ചർ ഡിറ്റർമിനേഷൻ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ സോയിൽ ടെക്സ്ചർ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സോയിൽ ടെക്സ്ചറിന് എന്താ പറയുന്നത്, അതിന്റെ മെക്കാനിക്കൽ കോമ്പോസിഷൻ എന്നും പറയും കേട്ടോ. മെക്കാനിക്കൽ കോമ്പോസിഷൻ എന്ന വേർഡ് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. മെക്കാനിക്കൽ കോമ്പോസിഷൻ എന്നും പറയും. അപ്പം
ഇത് നമ്മൾ മെയിനായിട്ട് അതായത് ഇപ്പോൾ ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര സാൻഡ് ഉണ്ട്, അതിൽ എത്ര ക്ലേ ഉണ്ട്, അതിൽ എത്ര സിൽറ്റ് പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്റർ മെത്തേഡും ഇന്റർനാഷണൽ പിപ്പറ്റ് മെത്തേഡും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ബേസിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് ലോ. അപ്പോൾ സ്റ്റോക്സ് ലോ എന്ന് പറയുന്ന സിമ്പിളായിട്ട് നമ്മൾ സോയിലിന്റെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ സോയിൽ സസ്പെൻഷൻ ആക്കുന്നു, അതായത് സോയിൽ വെള്ളത്തിൽ കലക്കുന്നു. വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം അതിനെ സെറ്റിൽ ചെയ്യാൻ വെക്കുന്നു. കുറച്ചു നേരം സെറ്റിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആദ്യം എന്താണ് സാൻഡ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആദ്യം വന്ന് താഴെ വന്ന് സെറ്റിൽ ആവും. പിന്നെ പതുക്കെ പതുക്കെ അപ്പോഴും ക്ലേ പാർട്ടിക്കിൾസ് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ സെറ്റിൽ ആവും. അതായത് ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം ആദ്യം വന്ന് സെറ്റിൽ ആവും. പിന്നെ അത് പതുക്കെ പതുക്കെ ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് മാറുമല്ലോ. അപ്പൊ ആ സെറ്റിലിംഗ് വെലോസിറ്റിന്റെ ബേസിൽ അതിന്റെ സൈസ് നോക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സോയിൽ ടെക്സ്ചർ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R². അതായത് പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റിൽ ആവും. അതേപോലെ തന്നെ ഡെൻസിറ്റി കൂടും. ഈ ρp മൈനസ് ρm എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ആ വീഴുന്ന സോയിൽ അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റിയാണ് ρp എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളത്തിൽ കൂടെ വീഴുകയാണെങ്കിൽ ആ സസ്പെൻഷന്റെ ഡെൻസിറ്റിനെയാണ് നമ്മൾ ρm എന്ന് പറയുന്നത്, അതായത് മീഡിയത്തിന്റെ ഡെൻസിറ്റി. അപ്പൊ ഇവർ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ഡെൻസിറ്റി കൂടുതലുള്ള സാധനം പെട്ടെന്ന് താഴേക്ക് വരും. പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോനെതിരെ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അപ്പൊ ഒഴുകാനുള്ള അതിന്റെ ഫ്ലൂയിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ റെസിസ്റ്റൻസ് ആണ്, ഒഴുകാനുള്ള കൂടുതൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതെന്താണ്, വിസ്കോസിറ്റി കൂടുമ്പോൾ എന്തായാലും വെലോസിറ്റി കുറയും. അപ്പൊ പതുക്കെ വീഴുള്ളൂ, കാരണം അത്രയും റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ ടെർമിനൽ വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R² ആൻഡ് density of the particle and also inversely proportional to viscosity. Okay. ഇനി ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാം വൺ വേർഡ് ആണ്. Which soil fraction has the highest bulk density under normal field condition? ഹയസ്റ്റ് ബൾക്ക് ഡെൻസിറ്റി ഏതിനാണ്? യെസ്, അതെ, ഹയസ്റ്റ് ബൾക്ക് ഡെൻസിറ്റി സാൻഡിനാണ്. ഓക്കെ, കുറച്ച് പേരുള്ളൂ, വോയിസ് ഓൺ ആക്കി പറഞ്ഞാലും മതി, ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ ക്ലാസ്സിൽ, നിങ്ങൾക്ക് ഏതാണോ സുഖം എന്ന് വെച്ചാൽ. ഫ്രാക്ഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് ടു കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ മൈക്രോപോഴ്സിൽ ഉണ്ടാവുന്ന വെള്ളമാണ്. മൈക്രോപോഴ്സ്, അതെ, ക്ലേ ആണ് കറക്റ്റ്. അത് മാക്രോപോഴ്സിലാവുമ്പോൾ സാൻഡി സോയിലും, മൈക്രോപോഴ്സ് അല്ലെങ്കിൽ കാപ്പിലറി പോഴ്സ് ഉള്ള വെള്ളമാണ് കാപ്പിലറി വാട്ടർ, അത് ക്ലേ സോയിൽസിലും ആയിരിക്കും. പിന്നെ സോയിൽ ദാറ്റ് ഫീൽസ് സ്മൂത്ത് ആൻഡ് ഫ്ലോർ ലൈക്ക്, ഭയങ്കര നല്ല തരിഞ്ഞ നല്ല പൊടി, മിനുസമുള്ള പൊടി, നമ്മളെ പത്തിരിപ്പൊടി പോലെയൊക്കെ. സിൽറ്റ് ആണ്. അതേപോലെ തന്നെ ഭയങ്കര ഹാർഡാണ്. വെൻ ഡ്രൈ ആവുമ്പോഴാണ് നമ്മളെ സാൻഡി സോയിൽസും അതുപോലെ തന്നെ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഭയങ്കര സ്റ്റിക്കി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും വെറ്റ് ആവുന്ന സമയത്ത് എന്ന് പറയുന്നത് ക്ലേ സോയിൽ ആയിരിക്കും. സാൻഡിന്റെ കണ്ടന്റ് കൂടുകയാണെങ്കിൽ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രോപ്പർട്ടിയാണ് കുറയുക? ഡ്രെയിനേജ് ആണോ കുറയുക, എയറേഷൻ കുറയോ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയോ, ബൾക്ക് ഡെൻസിറ്റി കുറയോ? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. സാൻഡിന്റെ കണ്ടന്റ് കൂടുതലാണ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും, കാരണം അത്രയും ഡ്രെയിൻ ചെയ്തു പോകും, പെട്ടെന്ന് ഭയങ്കര ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലാണ്. ഇനി അക്കോർഡിംഗ് ടു USDA സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, USDA നോക്കണം പാർട്ടിക്കിൾ സൈസ്. സിൽറ്റിന്റെ റേഞ്ച് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 0.002 എന്തായാലും മേലെയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി അവിടെ തന്നെ ക്യാൻസൽ ആയി. 0.002 mm താഴെ എന്ന് പറയുന്നത്
ഇത് 0.002 mm എന്ന് പറയുന്നത് 2 മൈക്രോമീറ്റേഴ്സ് ആണ് കേട്ടോ. അങ്ങനെയും ചോദിക്കാം. 2 മൈക്രോമീറ്റേഴ്സ്. സാൻഡിന്റെ 2 mm ആണ്, ക്ലേൻ്റെത് 2 മൈക്രോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലേ ആണ് വരുന്നത്. ആൻഡ് ഇത് സിൽറ്റ് ഫ്രാക്ഷൻ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, the soil has rapid infiltration but low water holding capacity. Sandy soil. Sand. Most susceptible to wind erosion. Most susceptible. Slit ആണോ മാം? അതെ, സിൽറ്റ് ആണ് മോസ്റ്റ് സസെപ്റ്റബിൾ. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും ഒന്നെങ്കിൽ സാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലേ ആയിരിക്കും. കൂടുതലും ഈ വിൻഡ് ഇറോഷൻ അല്ലെങ്കിൽ വാട്ടർ ഇറോഷൻ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ സിൽറ്റ് ആയിരിക്കും. പിന്നെ ബാക്കി എല്ലാത്തിലും സിൽറ്റ് ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും അധികം ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇതിൽ മാത്രമാണ് സിൽറ്റ് മോസ്റ്റ് സസെപ്റ്റബിൾ. ബിക്കോസ് സാൻഡ് എന്ന് വെച്ചാൽ സാൻഡ് ഡെൻസ് ആണ്. സാൻഡ് ഡെൻസ് ആവുന്ന സമയത്ത് സാൻഡ് ഡെൻസ് ഹെവി ആയതുകൊണ്ട് ഈ ഒരു ഇറോഷൻ വരുമ്പോൾ പെട്ടെന്ന് സാൻഡ് പാർട്ടിക്കിൾസിന് നമുക്ക് അവിടെ നിന്ന് സോയിൽ നിന്ന് നീക്കാൻ കഴിയില്ല, സർഫസിൽ നിന്ന്. അതേപോലെ തന്നെ ക്ലേ പാർട്ടിക്കിൾസിന് സൈസ് കുറവാണെങ്കിലും നല്ല അഗ്രിഗേഷൻ ഉണ്ടാവും, അത് അവിടെ ഉറച്ചു നിന്നോളും, നല്ല വെൽ സിമെന്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ക്ലേ പാർട്ടിക്കിൾസിനെയും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ സിൽറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് സിൽറ്റിനെ ആയിരിക്കും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, ക്ലേ കണ്ടന്റ് കൂടുകയാണെങ്കിൽ, ക്ലേ പെർസെൻറ്റേജ് കൂടി വിച്ച് പ്രോപ്പർട്ടി ഇൻക്രീസസ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി? ക്ലേ കണ്ടന്റ് കൂടുകയാണെങ്കിൽ ഏരിയ ആണ്, സ്പെസിഫിക് സർഫസ് ഏരിയ ആണ് കൂടുക. ഓക്കെ, നെക്സ്റ്റ്, മോസ്റ്റ് സസെപ്റ്റബിൾ ടു ഷീറ്റ് ഇറോഷൻ. ഓൾറെഡി പറഞ്ഞു, സിൽറ്റ് ആണ്. ഇത് വിൻഡ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സിൽറ്റ് തന്നെയാണ് ആൻസർ. സിൽറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെ സിൽറ്റി ക്ലേലോം ചോദിക്കുകയാണെങ്കിൽ സിൽറ്റി ക്ലേലോം ആണ് ഏറ്റവും കൂടുതൽ. സിൽറ്റി ക്ലേലോം, അലൂവിയൽ സോയിൽസ്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ. ഫോർമേഷൻ ഓഫ് ലോങ് റിബൺ. ലോങ് റിബൺ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പരത്തി 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 ഉണ്ടാക്കാൻ പറ്റിയത് ക്ലേ സോയിലാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാൻ നോക്കൂ കേട്ടോ. ഓപ്ഷൻ 2 and 3 കറക്റ്റ് അല്ലേ? അല്ല, ക്ലേ സോയിൽസ് ആർ ഓൾവേസ് ഫെർട്ടൈൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ക്ലേ പാർട്ടിക്കിൾസ് ആർ സ്മോളർ. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ക്ലേ പാർട്ടിക്കിൾസ് സിൽറ്റിനേക്കാളും ചെറുതാണ് പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, സാൻഡ് കോൺട്രിബ്യൂട്ട്സ് ലീസ്റ്റ് ടു ന്യൂട്രിയൻ റിട്ടേൺ. അതെ, സാൻഡിൽ ന്യൂട്രിയൻ റിട്ടൻഷൻ കുറവായിരിക്കും. പക്ഷെ ക്ലേ സോയിൽസ് നമുക്ക് എപ്പോഴും ഫെർട്ടൈൽ ആണെന്ന് പറയാൻ പറ്റില്ല. ന്യൂട്രിയൻ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ്സ് ഓൾവേസ് ഫെർട്ടൈൽ. ഓക്കെ, നെക്സ്റ്റ് സിൽറ്റിനെ പറ്റിയാണ്. ഓൾറെഡി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഫീൽ സ്മൂത്ത് ആൻഡ് ഫ്ലോർ ലൈക്ക് വെൻ ഡ്രൈ. അപ്പൊ കറക്റ്റ് ആണ്. അത് ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഹൈ സർഫസ് ഏരിയ ദാൻ സാൻഡ്. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 2. സാൻഡിനേക്കാളും സർഫസ് ഏരിയ ഉണ്ട്. കറക്റ്റ് ആണ്. കാരണം സാൻഡിനാണ് ഏറ്റവും കുറവ്, പിന്നെ സിൽറ്റ്, പിന്നെ ക്ലേ. ഹയസ്റ്റ് ഷ്രിങ്ക് ആൻഡ് സ്വെൽ പൊട്ടൻഷ്യൽ, ഷ്രിങ്കേജും സ്വെല്ലിങ്ങും അത് സിൽറ്റ് അല്ല, അത് ക്ലേ സോയിൽസിനാണ് കൂടുതൽ. ഓക്കെ, യെസ്. അപ്പോൾ ഓപ്ഷൻ, അതെ കറക്റ്റ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ സെറ്റിലിംഗ് വെലോസിറ്റി ഇൻക്രീസസ് വിത്ത്. നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം ഇപ്പം റീസെൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്കൊരു 3-4 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ടൈമിനും ചേഞ്ച് ഇല്ല. ടൈം എത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യന് നമ്മൾ പണ്ടെടുക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എടുക്കുന്നതിനേക്കാളും ഇരട്ടി സമയം നമ്മളിപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് എടുക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആകുമ്പോൾ. കാരണം ഓരോന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞാൽ 2-3 ക്വസ്റ്റ്യന് ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് സ്പീഡും കൂടി നോക്കുക. കാരണം എന്നാലേ എനിക്ക് ഒരു സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യണമെങ്കിൽ
ഒരു ടൈം കിട്ടുള്ളൂ. വല്ലാണ്ട് സ്ലോ ആയി പോകരുത്. അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ, സെറ്റിലിംഗ് വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇക്വേഷൻ ഇല്ലേ, ബി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇപ്പൊ പാർട്ടിക്കൽ സൈസ് കൂടുമ്പോൾ, പാർട്ടിക്കലിന്റെ സൈസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സാധനം ആയിരിക്കില്ലേ ആദ്യം താഴേക്ക് വീഴുക, വെലോസിറ്റി കൂടും. അതേപോലെ തന്നെ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയുമെന്ന് പറയുമ്പോൾ കൂടുതൽ മോഷന് എന്താണ് അത് ഫേവർ ചെയ്യും. അപ്പൊ വിസ്കോസിറ്റി കുറയുമ്പോൾ വെലോസിറ്റി കൂടും. ആ ഇക്വേഷൻ ഓർത്താൽ മതി. വിസ്കോസിറ്റിക്ക് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഡിനോമിനേറ്ററിലാണ് വരുന്നത് വിസ്കോസിറ്റി. പിന്നെ വരുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കൂടും. മോളിക്യൂൾസ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വിസ്കോസിറ്റി കുറയും. അപ്പോൾ ഓപ്ഷൻ 1, 2, 3. ഓക്കെ. സെഡിമെന്റേഷൻ അനാലിസിസ് യൂസിങ് സ്റ്റോക്സ് ലോ. ഇതൊക്കെ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സിൽ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോക്സ് ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാന്ന് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ആൻസർ സെഡിമെന്റേഷൻ അനാലിസിസ് യൂസിങ് സ്റ്റോക്സ് ലോ. സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് സെഡിമെന്റ് ആവുന്ന സെറ്റിൽ ചെയ്യുന്നത്. അതെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ക്ലേ പാർട്ടിക്കിൾസ് ആണ് കൂടുതൽ നേരം ഇതിൽ നിൽക്കുക, കാരണം സാൻഡ് പെട്ടെന്ന് സെറ്റിൽ ആവും. സിൽറ്റ് ക്ലേനേക്കാളും മുമ്പ് സെറ്റിൽ ആവും. ലാസ്റ്റ് സെറ്റിൽ ചെയ്യുന്നതാണ് ക്ലേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെറ്റിൽ ചെയ്യുന്നത് സാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ 3 റോങ് ആണ്, കാരണം ക്ലേ ആണ് ഏറ്റവും സ്ലോവർ ആയിട്ട് സെറ്റിൽ ചെയ്യുക. നെക്സ്റ്റ്, ഇത് ടെക്സ്ചർ അത്യാവശ്യം കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് സോയിലിൽ കിടക്കുന്നത്, അത് സാൻഡ് സിൽറ്റ് ഒക്കെ എങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രിഗേഷൻ ഫോം ചെയ്ത് സിമെന്റേഷൻ ഫോം ചെയ്ത് ഇവരെങ്ങനെ ഏത് ഫോമിലാണ് കിടക്കുന്നത്, അതിന്റെ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ സോയിൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ആ ഡെഫിനിഷൻ, ടെക്സ്ചറിന്റെ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഒന്ന് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് സാൻഡ് സിൽറ്റ് ആൻഡ് ക്ലേ ആണ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻനെസ് ആൻഡ് കോഴ്സ്നെസ്, ഏത് കുറച്ച് ഫൈൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ആണോ, അതാണ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഈ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പെഡ്സ് എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബേസിക്കലി സോയിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പെഡ്സ് എന്നുള്ള ഈ നാച്ചുറൽ അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ പെഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പെഡ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നാച്ചുറൽ അഗ്രിഗേറ്റ്സ് നമ്മൾ പെഡ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സിനെ പറയുന്ന ഒരു ടേം ഉണ്ട്. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് ആരെങ്കിലും ഒന്ന് പറയോ? ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സിന് CLOD, ക്ലോഡ്. ഓക്കെ, പിന്നെ അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയനിൽ കൂടുതൽ കാണുന്ന സോയിൽ സ്ട്രക്ചർ ഏതാണ്? ഓക്കെ, ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം സോയിൽ സ്ട്രക്ചർ എത്ര ടൈപ്സ് ഉണ്ടെന്ന്. ഇത് ടൈപ്സ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്ന് ബ്ലോക്കി സ്ട്രക്ചർ, പിന്നൊന്ന് കോളംനാർ അല്ലെങ്കിൽ പ്രിസ്മാറ്റിക്, പിന്നൊന്ന് പ്ലേറ്റി, പിന്നൊന്ന് സ്പിറോയിഡൽ. പിന്നെ വരുന്നതാണ് മാസീവ്. എന്ന് പറയുന്നത് മാസീവും സിംഗിൾ ഗ്രെയിൻഡും ഉണ്ട്. അത് ശരിക്കും സ്ട്രക്ചർലെസ് എന്നാണ് പറയുന്നത്. അത് സ്ട്രക്ചർലെസ് ആണ് മാസീവ്. അതായത് എല്ലാം കൂടി നല്ലൊരു കൊഹറൻ മാസ് ആയിട്ട് നിൽക്കും, ഭയങ്കര ഒരു വലിയ ബ്ലോക്ക് ആയിട്ട് നിൽക്കും. ഓക്കെ, പിന്നെ ബ്ലോക്കി എന്ന് പറയുമ്പോൾ ഓൾ 3 ഡയമെൻഷൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയി അതൊരു ക്യൂബിക്കൽ ഷേപ്പിലായിരിക്കും. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ആവുമ്പോൾ ബ്ലോക്കി സ്ട്രക്ചറും. പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത് കാണുന്ന കോളം ലൈക്ക്, അതായത് നീണ്ട വെർട്ടിക്കൽ സെക്ഷൻ ഭയങ്കര നീണ്ടതായിരിക്കും. ഇത് കൂടുതൽ കാണപ്പെടുന്നത് നമ്മളെ അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻസിലാണ് കോളംനാർ അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് സ്ട്രക്ചർ കാണപ്പെടുന്നത്. അരിഡ് ആൻഡ് സെമി അരിഡ്, ഈ ക്വസ്റ്റ്യൻ അരിഡ് ആൻഡ് സെമി അരിഡിൽ കാണുന്നത് പ്രിസ്മാറ്റിക് സ്ട്രക്ചർ ആണ്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ആലോചിക്കുക. പ്ലേറ്റ് ഇങ്ങനെ നേരെ അട്ടിക്ക് വെക്കുമ്പോൾ, അതായത് ഹൊറിസോണ്ടൽ ഇത് കൂടുതലായിരിക്കും, ഭയങ്കര, അതായത് അടിച്ച് പരത്തിയ പോലെ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? കോമ്പാക്റ്റഡ് സോയിൽസിൽ. ഒന്ന് കോമ്പാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഹെവി വെയിറ്റ് കാരണം അടിച്ചമർത്തിയ പോലെ കോമ്പാക്റ്റഡ് സോയിൽസിലോ, അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ഫ്രം പാരൻ മെറ്റീരിയൽ എന്നാവാം. ഇതാണ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സർഫസ് ഹൊറിസോണിലാണ് ബ്ലോക്കി കാണുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും നല്ല സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാനുലാർ അല്ലെങ്കിൽ ക്രംപ്, സ്ഫിറോയിഡൽ സ്ട്രക്ചറിൽ വരുന്നതാണ് ഗ്രാനുലാർ ഓർ ക്രംപ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഗ്രാനുലാറും ക്രംപും ഉണ്ട്. രണ്ടെണ്ണം കമ്പയർ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ക്രംപാണ് ഗ്രാനുലാറിനേക്കാളും പോറസ്. ഓക്കെ, മോർ പോറസ് ക്രംപാണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോയിൽ സ്ട്രക്ചർ. നിങ്ങളാരും അധികം റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാലേ. ക്ലൈമറ്റ്, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ വെച്ചാൽ നമ്മൾ ബേസിക് സെൻസ് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി.
ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻ, അതുപോലെ തന്നെ ഹ്യൂമിഡ് റീജിയനിലൊക്കെ വരുമ്പോൾ ആരിഡ് റീജിയനിൽ എന്താണ് ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കുറവെന്ന് പറഞ്ഞാൽ അവിടെ അഗ്രിഗേഷൻ കുറവായിരിക്കും, സിമെന്റേഷൻ കുറവായിരിക്കും, അപ്പോൾ സ്ട്രക്ചർ പുവർ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അത് നല്ല അരിഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയൊക്കെ അല്ലേ, നമ്മൾ രാജസ്ഥാൻ ഏരിയാസ് അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഇതെന്താണ് സോയിൽ ഒക്കെ വിട്ടായിരിക്കും, കുറച്ചുകൂടി സിംഗിൾ ഗ്രെയിൻഡ് ആയിരിക്കും, അപ്പം സോയിൽ സ്ട്രക്ചർ ഭയങ്കര പുവർ ആയിരിക്കും. ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടുമ്പോൾ സ്ട്രക്ചർ ഇമ്പ്രൂവ് ആവും, കാരണം അത്രയും സിമെന്റേഷൻ നടന്നു, നല്ല അഗ്രിഗേഷൻ നടന്നു. പിന്നെ വരുന്ന ഒന്നാണ് കാറ്റയോൺസിന്റെ. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, കാൽഷ്യം മഗ്നീഷ്യം, അതുപോലെ തന്നെ ഡൈവാലന്റ് കാറ്റയോൺസ്. ഇതെന്താണ് ഈ ഡൈവാലന്റ് കാറ്റയോൺസിന് എന്ന് പറഞ്ഞാൽ 2 ബോണ്ട്, ഒരു ക്ലേ പാർട്ടിക്കിളുമായിട്ട് ഒരു മിനറൽ പാർട്ടിക്കിളുമായിട്ട് 2 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സോഡിയത്തിന് ഒന്നേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സീറ്റ പൊട്ടൻഷ്യൽ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് കാൽഷ്യത്തിന് സോയിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാൽഷ്യം മഗ്നീഷ്യത്തിനൊക്കെ സോയിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലോക്കുലേഷന് ഹെൽപ്പ് ചെയ്യും. സോഡിയം ആണെങ്കിലോ നേരെ മറിച്ച് ഡിസ്പേഷൻ ആണ് ഇതൊക്കെ, അതായത് ഈ ഫ്ലോക്യൂൾസിനെല്ലാം ബ്രേക്ക് ചെയ്ത് ഫ്രാഗ്മെന്റ് ചെയ്ത് ഡിസ്പേഷൻ സംഭവിക്കും. ഓക്കെ, പിന്നെ ടില്ലേജ് ആണെങ്കിൽ 2 ഗുണമുണ്ട്. ടില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചറിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരുപാട് വെള്ളമില്ല, ഭയങ്കര കുറവ് അല്ലെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ഇന്റൻസ് ടില്ലേജ് ആണെങ്കിൽ അത് ക്ലോഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അഗ്രിഗേറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യും. ഇപ്പം കൈക്കോട്ടൊക്കെ വെച്ച് ഭയങ്കര കൊത്തലും ഒക്കെ കിളക്കലൊക്കെ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. പക്ഷെ അത്യാവശ്യം കുറച്ചൊരു വെള്ളമൊക്കെ ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ വെജിറ്റേഷൻ മെയിൻലി വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി റൂട്ട്സും റൂട്ട് ഹെയർസ് ഒക്കെ ഉള്ളത് കൊണ്ട് സിമെന്റേഷൻ നടക്കും, അവിടെ തന്നെ ഓർഗാനിക് മാറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഓർഗാനിക് മാറ്റർ അഡീഷൻ നടക്കുകയാണ്, അതുകൊണ്ട് സോയിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ആവും. പിന്നെ അതിൽ തന്നെ ഗ്രാസ് ലാൻഡും ഫോറസ്റ്റും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ലെഗ്യൂംസ് ആണെങ്കിൽ നല്ലതാണ്, നമ്മളെ സാധാരണ ഇന്റൻസീവ് ആയിട്ടുള്ള മെയ്സ്, റൈസ് അങ്ങനത്തെ ക്രോപ്പിനേക്കാളും. പിന്നെ ഓർഗാനിസംസ് ഉണ്ടെങ്കിലും എന്താണ് ഓർഗാനിക് മാറ്ററിന്റെ സെയിം വർക്കാണ്. സ്ലൈമി അല്ലെങ്കിൽ അവർ സെക്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡ്സ് സെക്രീറ്റ് ചെയ്യും, അങ്ങനത്തെ. ഓക്കെ, പിന്നെ അഗ്രിഗേറ്റ് അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആ റെക്കോർഡഡ് സെഷനിലുണ്ട്, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അഗ്രിഗേറ്റ് അനാലിസിസിന് വെറ്റ് സീഡിംഗ് മെത്തേഡിന് യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ്. ഇയോഡേസ് അപ്പാരറ്റസ്. ഓക്കെ, ഇയോഡേസ് അപ്പാരറ്റസ് ആണ്, YODER. ഇനി സോയിൽ പോറോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് എത്ര പോർ സ്പേസ് ഉണ്ട് സോയില്. ഈ സോയിൽ പോറോസിറ്റി സോയിലിലെ ഒട്ടുമിക്ക ഫിസിക്കൽ കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോയിൽ പോറോസിറ്റി എന്ന് പറയുന്നത്. മേജറായിട്ട് 3 ടേംസ് നോക്കുക: ബൾക്ക് ഡെൻസിറ്റി, പാർട്ടിക്കിൾ ഡെൻസിറ്റി ആൻഡ് പോറോസിറ്റി. ഓക്കെ, ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ്. ബൾക്ക് ഡെൻസിറ്റി അതിന്റെ യൂണിറ്റ് നോക്കുക, gram/cm³. അതായത് മാസ് ഓഫ് ഓവൻ ഡ്രൈ സോയിൽ അപ്പോൾ ടോട്ടൽ സോയിൽ വോളിയത്തിൽ എത്രയാണ് അതിന്റെ മാസ്. പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും സോളിഡ്, മാസ് ഓഫ് ഓവൻ ഡ്രൈ സോയിൽ അപ്പോൾ ടോട്ടൽ സോയിൽ സോളിഡ് ആണ്, രണ്ടും സോളിഡ് ആണ്. ഓക്കെ, പാർട്ടിക്കിൾ ഡെൻസിറ്റി 2 സോളിഡ് ആണ്. ബൾക്ക് ഡെൻസിറ്റിയിൽ ടോട്ടൽ സോയിലിൽ എത്രയാണ് ഡ്രൈ സോയിൽ എന്ന് പറയുന്നത്. മാം, ഒരു കൺഫ്യൂഷൻ. ആ, ഈ ബൾക്ക് ഡെൻസിറ്റി പാർട്ടിക്കിൾ ഡെൻസിറ്റി അല്ലേ നമ്മൾ ഓവൻ ഡ്രൈ സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം? അല്ല, പാർട്ടിക്കിൾ ഡെൻസിറ്റി സോയിൽ സോളിഡ് ആണ്, ബൾക്ക് ഡെൻസിറ്റി ആണ് ടോട്ടൽ വോളിയം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അതുകൊണ്ടാണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി സോയിൽ സോളിഡ് ആയതുകൊണ്ട് തന്നെ പോറോസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടുമ്പോഴോ എയർ കൂടുമ്പോഴോ വലിയ ചേഞ്ച് സംഭവിക്കില്ല പാർട്ടിക്കിൾ ഡെൻസിറ്റി. പാർട്ടിക്കിൾ ഡെൻസിറ്റിന്റെ വാല്യൂ നമ്മൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കാം. അതായത് സോയിലിൽ ഇപ്പം നമ്മളെ സോയിലിൽ ഡൊമിനന്റ് ഫ്രാക്ഷൻ എപ്പോഴും സാൻഡ് ആയിരിക്കും, കൂടുതലും സാൻഡ് ആണ്. അപ്പൊ സാൻഡിന്റെ കോഡ്സ് ആണ് കോഡ്സ് മിനറൽ, കോഡ്സ് ഫെൽസ്പാർ പോലത്തെ മിനറൽസ് ആണ് സോയിലിൽ ജനറലി കൂടുതൽ. അപ്പൊ അവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, അവരുടെ ഡെൻസിറ്റി, അതിന്റെ ഡെൻസിറ്റി തന്നെയാണ് ഇപ്പൊ നമ്മൾ ജനറലി സോയിലിന്റെ പാർട്ടിക്കൽ ഡെൻസിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അതാണ് 2.6 to 2.75 എന്ന് പറഞ്ഞ വാല്യൂ. 2.65 ആണ് നമ്മൾ ഏവറേജ് ആയിട്ട് പാർട്ടിക്കിൾ ഡെൻസിറ്റിന്റെ വാല്യൂ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിലോ എവിടെയെങ്കിലും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് അസ്യൂം ചെയ്തെടുക്കുന്നത് 2.65 ആണ്. കാരണം അത് അവിടെ വെള്ളത്തിന്റെ അളവിനോ അല്ലെങ്കിൽ എത്ര എയർ ഉണ്ട് എത്ര വാട്ടർ ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ടോട്ടൽ വോളിയം അല്ല, വോളിയം ഓഫ് സോയിൽ സോളിഡ് ആണ്, അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ. ഈ ബൾക്ക് ഡെൻസിറ്റി നമ്മുടെ പോർ സ്പേസും കൂടി ഇൻക്ലൂഡഡ് അല്ലേ?
അതെ, ബൾക്ക് ഡെൻസിറ്റിയിൽ പോർ സ്പേസ് ഇൻക്ലൂഡഡ് ആണ്, പാർട്ടിക്കിൾ അപ്പം ഡെൻസിറ്റിയിൽ അല്ല. അതിനകത്ത് പോർ ഒക്യുപ്പൈ ചെയ്തേക്കുന്ന വാട്ടറും കാര്യങ്ങളും എല്ലാം വരുന്നില്ലേ? അപ്പൊ ഇത് മാസ് ഡ്രൈ ഓവൻ ഡ്രൈ ആകത്തില്ലല്ലോ അപ്പൊ അത്. അല്ല, അതായത് നമ്മൾ ആദ്യം ഇപ്പൊ ഒരു സോയിൽ എടുക്കുന്നു. അപ്പൊ നമ്മളിപ്പോ സോയിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുപ്പിയിൽ സോയിൽ കളക്ട് ചെയ്യുന്നു. സോയിൽ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കുപ്പിന്റെ വോള്യമാണ് ടോട്ടൽ സോയിൽ വോള്യം എന്ന് പറയുന്നത്. ടോട്ടൽ കുപ്പിന്റെ വോള്യം. അതിന്റെ ഉള്ളിൽ എന്താണ്, വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ എയർ സ്പേസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ ആണ് നമ്മൾ എടുക്കുക. അപ്പൊ അവിടെ നിന്നുള്ള അതേപോലെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ലാബിൽ കൊണ്ടുവന്നിട്ട് അതിന് ഫുൾ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള വെള്ളം പോവും, അതുപോലെ തന്നെ എയർ സ്പേസ് എല്ലാം പോയി. പിന്നെ അതിന്റെ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് മാത്രം എടുക്കും. ഇത് മാസ്, ന്യൂമറേറ്റർ മാസ് രണ്ടെണ്ണം സെയിം ആണ്. പക്ഷെ ഒന്ന് നമ്മൾ ടോട്ടൽ വോള്യം, അതായത് നമ്മൾ ടോട്ടൽ ആ കുപ്പിയുടെ വോള്യം വെച്ചിട്ടാണ് നമ്മൾ ബൾക്ക് ഡെൻസിറ്റി കണക്കാക്കുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും. പക്ഷെ പാർട്ടിക്കിൾ ഡെൻസിറ്റി കണക്കാക്കുന്നത് ആ വെള്ളം എല്ലാം പോയി കഴിഞ്ഞിട്ട്, ഇപ്പം വെള്ളം എല്ലാം കളഞ്ഞു, നിങ്ങൾ ആ മണ്ണ് നന്നായിട്ട് അമർത്തി, അപ്പൊ ചിലപ്പോൾ ആ ഫുൾ കുപ്പിയുടെ വോള്യത്തിന് പകരം പകുതി വോള്യമേ സോയിൽ ഉണ്ടാവുള്ളൂ. അത്ര സോയിലിന്റെ സോളിഡ് സ്പേസിൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ വോള്യമാണ്. ക്ലിയർ ആയോ? ഓക്കെ മാം, മനസ്സിലായോ? ഓക്കെ മാം, മനസ്സിലായി. അതായത് ഒന്ന് ടോട്ടൽ സോയിൽ വോള്യം, അതായത് നിങ്ങൾ സോയിൽ ഫീൽഡിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ, വേറെ അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സോയിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം ഉണ്ടാവും, എയർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നിട്ട് ആ സോയിൽ കൊണ്ടുവന്നിട്ട് ഡ്രൈ ചെയ്യുന്നു. അപ്പൊ ആ സോയിൽ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിലെ വെള്ളം എയർ എല്ലാം പോവും. എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുന്നു. ആ വെയിറ്റും ടോട്ടൽ വോള്യത്തിനാണ് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ രണ്ടിലും നമ്മൾ ഡ്രൈ സോയിൽ ആണ് നമ്മൾ മാസായിട്ട് എടുക്കുന്നത്. അതെ, മാസ് ഡ്രൈ, വോളിയം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതെ കറക്റ്റ്. വോള്യം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ വോള്യത്തിലാണ് എയറിന്റെയും വാട്ടറിന്റെയും പ്രൊപ്പോർഷൻ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പോറോസിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ ടോട്ടൽ സോയിലിൽ എത്ര വോള്യം ഒക്യുപ്പൈഡ് ബൈ പോഴ്സ്, അതാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കോമ്പോണൻസ് പഠിച്ചില്ലേ? ഫസ്റ്റ് കോമ്പോണൻസിൽ നിയർലി 50% സോളിഡും 50% എയർ ഓർ വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വാട്ടർ ഭയങ്കര കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ പോഴ്സ്, വാട്ടറും എയറും രണ്ടും കൂടി വരുന്ന ഏരിയ എന്ന് പറയുന്നത് പോർ സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ നിയർലി 50% ഒക്കെയാണ് അറൗണ്ട് നമ്മൾ പോറോസിറ്റി പറയാം. 50% സോളിഡും 50% പോർ സ്പേസും. ഓക്കെ, ഇതിൽ കൂടുതലും നമ്മൾ ഈ ഇക്വേഷൻ ആണ് വെച്ചിട്ടാണ് ചോദിക്കുക, 1 - ബൾക്ക് ഡെൻസിറ്റി ബൈ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻറ്റു 100. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബൾക്ക് ഡെൻസിറ്റിന്റെ വാല്യൂ തരും, പാർട്ടിക്കിൾ ഡെൻസിറ്റിന്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 2.65 എടുക്കുക. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പോർ സ്പേസ് ഉണ്ട് ടോട്ടൽ, അതായത് എത്ര സ്പേസിലാണ് വെള്ളത്തിനും എയറിനും ഇരിക്കാൻ പറ്റുക. ഈ മിനറൽ മാറ്ററും ഓർഗാനിക് മാറ്ററും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി എത്ര സ്പേസ് ഉണ്ട്. നെക്സ്റ്റ്, ഇത് ജനറലി നമ്മൾ സോയിൽ ടൈപ്പിൽ ബൾക്ക് ഡെൻസിറ്റിയുടെ വാല്യൂസ് ആണ്. ക്ലേ സോയിൽസിൽ പോറോസിറ്റി കൂടുതലായതുണ്ട്. പോറോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സോയിൽ വോള്യം കൂടി, സോയിലിന്റെ വോള്യം കൂടി. അപ്പൊ പോറോസിറ്റി കൂടുമ്പോൾ ടോട്ടൽ സോയിൽ വോള്യം കൂടി. ക്ലേ സോയിൽസിന് പോറോസിറ്റി കൂടുതലായതുകൊണ്ട് അതിന്റെ ബൾക്ക് ഡെൻസിറ്റി കുറവായിരിക്കും. അതേപോലെ തന്നെ ഓർഗാനിക് മാറ്ററിനും പോറോസിറ്റി കൂടുതലായതുകൊണ്ട് അതിന്റെ ബൾക്ക് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പം സാൻഡി സോയിൽസിലാണ് ഹയർ ബൾക്ക് ഡെൻസിറ്റി, നിയർലി 1.5 to 1.7 gram per centimeter cube അല്ലെങ്കിൽ മെഗാഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലേ സോയിൽസിന് 1.1 to 1.3. ആൻഡ് ജനറലി അങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് 1.33 ആണ്. ഒരു ഐഡിയൽ സോയിലിന് 1.33 ആണ്. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റും ബൾക്ക് ഡെൻസിറ്റി നമ്മൾ കഴിഞ്ഞ റെക്കോർഡ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവാം. സോയിൽ ടെക്സ്ചർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, സാൻഡി, ക്ലേ, ഓർഗാനിക്. ഓർഗാനിക് മാറ്റർ എടുക്കുകയാണെങ്കിൽ, അതെ, ഓർഗാനിക് മാറ്റർ കൂടുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി കുറയുകയാണ്. ഓർഗാനിക് മാറ്ററിന്റെ അംശം കൂടുമ്പോൾ എന്താണ്, കൂടുതൽ പോർസ് വരും. ഇവിടെ കൂടുതൽ പോർസ് വരുന്ന സമയത്ത് ബൾക്ക് ഡെൻസിറ്റി കുറയും. അതായത് ബൾക്ക് ഡെൻസിറ്റി കുറയാന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്. അതായത് വെൽ സ്ട്രക്ചർഡ് ആയിരിക്കും സോയിൽ, കാരണം അത്രയും പോർ സ്പേസ് വന്നു, എയറേഷൻ കൂടി, വാട്ടർ റിട്ടൻഷൻ കൂടി. അപ്പൊ ബൾക്ക് ഡെൻസിറ്റി കുറയാന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇറ്റ് മീൻസ് ഗുഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെവി സാധനം വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു, സോയിൽ നന്നായിട്ട് അങ്ങ് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഹെവി മെഷീനറി വെച്ചിട്ട് അമർത്തി കഴിയുമ്പോൾ കോമ്പാക്റ്റഡ് ആയി സോയിൽ. കോമ്പാക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അത്രയും എയറേഷൻ കുറഞ്ഞു. അപ്പോൾ എയറേഷൻ കുറയുമെന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി കൂടി, ഡെൻസായി, സോയിൽ ഭയങ്കര ഡെൻസായി. അതേപോലെ തന്നെ ഡെപ്ത് താഴോട്ട് പോകുന്തോറും അത്രയും മേലത്തെ സോയിലിന്റെ അത്രയും വെയിറ്റ് ഇങ്ങനെ താഴോട്ട് വരില്ലേ. അപ്പൊ ഡെപ്ത് കൂടുന്തോറും എന്താവുന്നു, എയറേഷൻ അല്ലെങ്കിൽ പോർ സ്പേസ് കുറയുന്നു, അപ്പോൾ ബൾക്ക് ഡെൻസിറ്റി കൂടുന്നു. ഓക്കെ.